അസ്സലാമു അലൈക്കും. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ആഗ്രഹമല്ലേ, നിങ്ങളെ മനസ്സിലെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലെ ഇടങ്ങേറുകൾ പടച്ചോന് പെട്ടെന്ന് തന്നെ നിറവേറ്റി തരണം എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇന്ന് 18-ാം തീയതി, ഈ ഒരു ദിവസം മുതൽ കറക്റ്റ് ഒരാഴ്ച നിങ്ങളെടുത്തോ, ഡേറ്റ് ഇട്ട് വെച്ചോ. ഈ ഒരു ഡേറ്റിൽ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും. അത്രക്കും മഹത്തായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരട്ടെ. പക്ഷേ ഈ ഒരു ആഴ്ച എന്നുള്ളത് നിങ്ങളൊരു മാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാലും ഒരുപാട് റാഹത്തായിരിക്കും. കാരണം ഇതിൻ്റെ ഫലം നമുക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത്രക്കും മഹത്തായിട്ടുള്ള ഒരു അമൽ തന്നെയാണ് കേട്ടോ ഇത്. ഇനി ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം യൂട്യൂബ് ഹിസ്റ്ററിയിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു അമൽ അവർ ചെയ്തിട്ട് അവർക്കതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ ദുആകളിലും നിങ്ങളെ ഓർക്കും. ശരിയല്ലേ? അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകും. അപ്പോൾ എല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ഈ ഒരു അവസരം പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, ആരോടും പറയാതെ, ആരും അറിയാത്ത ചില കാര്യങ്ങൾ. ശരിയല്ലേ? അത്തരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയാകും. അത്തരത്തിൽ ആരും അറിയാത്ത കാര്യങ്ങളടക്കം നമുക്ക് നേടിത്തരാൻ കെൽപ്പുള്ള പവർഫുള്ളായിട്ടുള്ള ഒരമൽ തന്നെയാണ് കേട്ടോ ഇത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? മറ്റൊന്നുമല്ല, ഈ ഒരു പ്രകാരം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എന്തൊരാവശ്യമായിക്കോട്ടെ അത് നമുക്ക് നിറവേറ്റി തരും. ആദ്യം എന്താണ് ആ കാര്യം എന്ന് നോക്കാം, എന്നിട്ട് അതിന് എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, അത് നമ്മുടെ പരിശുദ്ധ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ദിക്റാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ. മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു വീഡിയോയിൽ ഒരുപാട് കമൻസ് വന്ന് ഞങ്ങളിങ്ങനെ ചെയ്തിട്ട് ഉത്തരം കിട്ടിയതാണ്, ഇതിൻ്റെ ഫലം ഞങ്ങൾക്ക് മുമ്പേ അറിയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലും ഞാൻ പറയാണ്, ഈ ഒരു കാര്യം ചെയ്ത് നോക്ക്, എന്നിട്ട് ഇതിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക. അപ്പോഴല്ലേ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇതാണ് വിജയിച്ചവനെ എന്നർത്ഥം വരുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായിട്ടുള്ള നാമം യാ ഫത്താഹു യാ അല്ലാ എന്നുള്ളത്. ഈ ഒരു നാമത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോ. ഇനി ഇതെങ്ങനെ ചെല്ലേണ്ടതെന്നും എപ്പോഴാണ് ചെല്ലേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ? കാരണം ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നേട്ടമുണ്ട്. ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങൾ ഈ ഒരു ഇസ്മ കൊണ്ട് നേടാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇസ്മിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കാരണം. ഇനി നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം പറഞ്ഞു തന്നാൽ മതി, പക്ഷേ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം വേണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് കുഞ്ഞൊരു കാര്യമാണ്, പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങളിതിനെ ചെയ്യാൻ തയ്യാറാകണം. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ 5 നേരത്തെ നിസ്കാരം നമ്മൾ മുറ പോലെ നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഖുർആൻ പാരായണങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും സലാത്ത് ചൊല്ലലും ദിക്ർ ചൊല്ലലും ഇതിനെയൊക്കെ മുറുകെ പിടിക്കുകയും ചെയ്യണം. ഇപ്പോൾ ചില ആളുകളുണ്ട്, എങ്ങനെയാണെന്നറിയോ, എനിക്ക് എന്തെങ്കിലും ഇടങ്ങേറ് വരുന്ന സമയത്ത് മാത്രം ഞാൻ എൻ്റെ റബ്ബേ എന്ന് വിളിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ഓടും. എന്നിട്ട് ആ ഒരു ഇടങ്ങേറ് നമ്മളിൽ നിന്ന് വിട്ട് പോയതിന് ശേഷം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയെ പാടെ മറക്കുകയും ചെയ്യുന്ന ചില കൂട്ടർ. അക്കൂട്ടത്തിൽ നമ്മൾ ആരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്താതിരിക്കട്ടെ കേട്ടോ. കാരണം നമ്മൾ നേരായാലുള്ളൂ നമ്മുടെ കുടുംബം നേരാവുക. ഒരാൾ നല്ല രീതിയിൽ ആ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പടിപടിയായി നൽകിക്കൊണ്ടേയിരിക്കും. അത്രക്കും മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. ഇനി എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്ന് നോക്കാം. ഇൻഷാ അല്ലാഹ് ഒരുപാട് വഴികളുണ്ട് നമുക്കിത് ചൊല്ലാൻ. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു വഴി പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഉണ്ടല്ലോ,
എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾക്കൊരു നമ്മുടെ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇതൊക്കെ നമ്മൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലണതല്ലേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു 11 തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന് ചൊല്ലിയാൽ മതി. സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ എണ്ണം കൂട്ടണം എന്നാണെങ്കിൽ നിങ്ങൾ 33 തവണ ചൊല്ലിക്കോ. അതും നല്ലൊരു കണക്കാണ്. പക്ഷേ ഇതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ ഒരു പ്രത്യേക സമയം നമുക്ക് എന്തെങ്കിലും വലിയൊരു ആഗ്രഹം നേടിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സുബഹ്ക്കൊക്കെ എണീക്കുന്ന ആളുകളല്ലേ, ആ ഒരു എണീക്കുന്ന സമയം ഒരു 5 മിനിറ്റ് മുമ്പ് എണീക്കാം. എന്നിട്ട് തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം നിങ്ങൾക്ക് തസ്ബീഹ് നിസ്കരിക്കാൻ കഴിയുമോ? തസ്ബീഹ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കണം എന്നാണല്ലേ. അപ്പോൾ അത് നിസ്കരിച്ചതിന് ശേഷം, തസ്ബീഹ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ദിക്റുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഒന്ന് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി അടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു 489 തവണ, അക്ഷരം മാറരുത്, അക്കവും മാറരുത്, മനസ്സിലാക്കി വെക്കുക. 489 തവണ നമ്മൾ ഈ ഒരു ഇസ്മിനെ ചൊല്ലുക. നമ്മുടെ മനസ്സിലുള്ള മഹത്തായിട്ടുള്ള ഉദ്ദേശം എന്താണോ അതിനെ സാധിപ്പിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു നിയ്യത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു ഇസ്മിൻ്റെ മുമ്പിൽ പറ്റൂട്ടോ. അപ്പോൾ അത്രക്കും മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം നിങ്ങൾ 489 തവണ ഈ ഒരു ഇസ്മിനെ ചൊല്ലുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു സൂറത്തുൽ ഫാത്തിഹ, ഈ സൂറത്തുൽ ഫാത്തിഹയെ ഒരു 7 തവണ നമ്മൾ ചൊല്ലുക. മാറരുത്. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യം 489 തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന് ചൊല്ലുക. അതിനുശേഷം നമ്മൾ 7 തവണ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുക. അതിനുശേഷം 7 തവണ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലുക. കുഞ്ഞു സൂറത്താണ് അല്ലേ. അതിനുശേഷം നമ്മൾ 7 തവണ സൂറത്തുൽ ഫലക്കിനെ ചൊല്ലുക. അതിനുശേഷം 7 തവണ സൂറത്തുൽ നാസും ചൊല്ലുക. ഈ ഒരു 3-4 കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ടും തീരുക. ഒരിക്കലും നമ്മളുടെ ചിന്തയിലേക്ക് മറ്റ് കാര്യങ്ങളോ മറ്റ് പ്രവർത്തികളിലോ ഒന്നും ഏർപ്പെടാതെ നമ്മളും അള്ളാഹും മാത്രമുള്ള ആ ഒരു സന്നിധിയിൽ വെച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിനോട് ചോദിക്കാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകും. അത് പെട്ടെന്നായിരിക്കും. കാരണം ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെ എത്ര തവണ ചൊല്ലുന്നു എന്നല്ല, ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ ചൊല്ലുന്നുണ്ടോ അവൻക്ക് ഉത്തരമുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനി ഇതിൻ്റെ മഹത്തായിട്ടുള്ള മറ്റൊരു വഴി നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വഴിയാണ്. ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു പോരാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് ഹൈറുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്രക്കും മഹത്തായിട്ടുള്ളൊരു വഴി തന്നെയാണിത്. നമ്മളെല്ലാവരും സുബഹ് നിസ്കരിക്കുന്നവരാണല്ലോ അല്ലേ. സുബഹ് നിസ്കരിച്ച് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലയും സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും എല്ലാം ചൊല്ലിയതിന് ശേഷം ഖുർആനോത്തും വേണമെങ്കിൽ കഴിച്ചോളിയും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇരുത്തത്തിലിരുന്ന് തന്നെ നമ്മൾ നമ്മുടെ നെഞ്ചത്ത് കൈവച്ചിട്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈവച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നേരെ തിരിഞ്ഞ് നമ്മൾ ഈ ഒരു ഇസ്മിനെ ചൊല്ലുക. അതെത്ര തവണയാണ് ചൊല്ലേണ്ടതെന്നറിയോ? 71 തവണയാണ് ഈ ഒരു ഇസ്മിനെ നമ്മൾ ചൊല്ലേണ്ടത്. ഈ 71 തവണ നമ്മൾ ഈ ഒരു ഇസ്മിനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ മല പോലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾ ഉരുകി ഇല്ലാതെയായി തീരും. വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് 71 തവണയോ അല്ലെങ്കിൽ 100 തവണയൊക്കെ ചൊല്ലി തീർക്കാം. അത്രക്കും എളുപ്പത്തിൽ ഈസി ആയിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മ തന്നെയാണ് ഇത്. ഇനി ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് അശുദ്ധി സമയത്ത് ഇതിനെ ചൊല്ലാമോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പണികൾ എടുക്കുന്ന സമയത്ത് ഇത് ചൊല്ലാമോ എന്നൊക്കെയുള്ളത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ആ സമയത്തൊക്കെ ചൊല്ലാൻ പറ്റുമെങ്കിൽ പോലും നമുക്ക് ഉത്തരം കിട്ടണം എന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആ ഒരു വിശ്വാസത്തോടു കൂടെ ഇഖ്ലാസോടു കൂടെ നമ്മൾ വുളുവോടു കൂടെ ഖിബ്ലക്ക് തിരിഞ്ഞ് പൂർണ്ണ മനഃശുദ്ധിയോടുകൂടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രക്കും ഫലം ഇരട്ടിക്കുകയും അതോടൊപ്പം തന്നെ ഫലത്തെ വേഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആക്കി തരികയും ചെയ്യും.
അപ്പോൾ അത്രക്കും മഹത്തായില്ല ഈ ഒരു കാര്യത്തെ ഒരാളും മിസ്സാക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചൊല്ലാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്ക് 3 തവണയെങ്കിലും എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നാ പറയുക, സാധനം സിമ്പിളാണ്, സംഭവം സിമ്പിളാണ്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് നോക്കാം കേട്ടോ. ഇതും വളരെയധികം മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്കൊരു കണക്ക് പ്രകാരമൊന്നും പറഞ്ഞ് തരുന്നില്ല. കാരണം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും, അതും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു കാര്യത്തെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രക്കും മഹത്താണ് ഈ ഒരു കാര്യത്തിനും. നമ്മുടെ എന്തൊരു ഹലാലായിട്ടുള്ള മുറാദുകൾ നേടിയെടുക്കണമെങ്കിൽ ഇതൊരു കണക്ക് പ്രകാരം ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് രോഗമാണ്, നാളെ നമുക്ക് മറ്റെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും, അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് രോഗങ്ങളായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ അടിക്കടി പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളാണെങ്കിലും അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും നമുക്കിങ്ങനെ ഇടങ്ങേറുകൾ വന്നിരിക്കുകയാണ്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ. അത്തരത്തിൽ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരൊറ്റ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണ നിങ്ങൾ പതിവാക്കിയാൽ മതി. അതേത് സമയത്തോ ആയിക്കോട്ടെ, ഒരു തവണ നിങ്ങൾ പതിവാക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റും. അതിനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിന് ശേഷം അള്ളാഹു എന്ത് ചെയ്യുമെന്നറിയോ, നമ്മുടെ മനസ്സിൽ ആരും കാണാതെ ഒളിച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാകൂലേ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് നേടിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകൂലേ, ആ ഒരു നേടിയെടുക്കേണ്ട കടമ്പകൾക്കുള്ള വഴികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലായിട്ടുള്ള രീതിയിൽ നമുക്ക് തുറന്നു തരികയും അതോടൊപ്പം തന്നെ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയും ചെയ്യും. ഇതൊക്കെ നൽകുന്ന ആ ഒരു കാര്യത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതും സൂറത്തുൽ ഫത്ഹാണ്. ഈ ഒരു സൂറത്തുൽ ഫത്ഹിനെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് മുറുകെ പിടിച്ചിട്ട് ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒന്ന് ശ്രമിക്കുമോ? കാരണം ഇതിൻ്റെ ഫലം അനുഭവിച്ചവർക്കേ മനസ്സിലാകുള്ളൂ കേട്ടോ. ഇത് ഞാൻ വീണ്ടും പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൊല്ലി ഉത്തരം കിട്ടിയ ആളുകൾ ഒരുപാടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലും ഈ ഒരു ഫത്ഹിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏതൊരവസ്ഥയിലാണെങ്കിലും ഈ രീതിയിൽ കാര്യങ്ങളെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എത്ര വലിയ കാര്യങ്ങളാണ് ബുദ്ധിമുട്ടാക്കി വെച്ചതെങ്കിലും അതിനൊക്കെ ഈസി ആക്കാനും, അതുപോലെ തന്നെ ഒരുപാട് പ്രവാസി കൂട്ടുകാർ പറയുന്ന കാര്യമാണ് എന്തെന്നറിയോ, ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു പണി നേരാവണ്ണം ആയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പത്തിൽ ബർക്കത്തില്ല, ഒരുപാടായി ഞങ്ങളിങ്ങനെ തെണ്ടിത്തെരിഞ്ഞ് നടക്കുന്നു എന്നുള്ളത്. അത്തരത്തിലുള്ള ആളുകളുടെ ഭാര്യമാർ ഈ ഒരു സൂറത്തിനെ പതിവാക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു ഇസ്മിനെ പതിവാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും ഒരുപാട് ബറക്കത്ത് ലഭിക്കും. അയാൾക്ക് ജോലി കിട്ടുന്നതായിട്ടും അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ ബറക്കത്ത് കിട്ടുന്നതായിട്ടും പ്രമോഷൻ കിട്ടുന്നതായിട്ടും കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രക്കും മഹത്തായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ നേടിത്തരുന്ന ഒരു അമൽ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ദുആയിൽ ഈ ഉള്ളവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്താൻ കൂടെ നിങ്ങൾ ശ്രമിക്കാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഒരുവിധം കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് കാര്യവും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. നല്ലൊരു വിഷയവുമായി ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.